Hi dears, welcome back to our channel Anu Simply Beauty. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ. ഓക്കെ, ഹെയർ ടോണർ, ഹെയർ പാക്ക് എന്നൊക്കെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ ഞാൻ ചെയ്തിട്ട് എനിക്ക് 2 വീക്സിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള, അതായത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മുടി കൊഴിച്ചിൽ, അതുപോലെ താരൻ, അതുപോലെ തന്നെ മുടിക്ക് കളറില്ല, അപ്പം ബ്ലാക്ക് കളർ നന്നായിട്ട് വേണം, കുറച്ചുകൂടെ നല്ലൊരു കട്ടി ബ്ലാക്ക് ആയിട്ട് വരണം എന്നൊക്കെയുള്ള ആളുകൾ, അതായത് കുറച്ചുകൂടെ നമ്മൾ പറയില്ലേ തീരെ കളറില്ല, ഒരു ചാര കളറാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കര കറുപ്പ് തീരെ കുറവാണ്, കറുപ്പ് കളറാണല്ലോ ഹെയറിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ കളർ കിട്ടാനായിട്ട്, അതായത് ബ്ലാക്ക് കളർ നന്നായിട്ട് വരാനും, അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, അതിനൊക്കെ എല്ലാത്തിനും പ്രതിവിധിയായിട്ടുള്ള ഒരു അടിപൊളി ടോണറാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്, അതുപോലെ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ അടുപ്പിച്ച് 2 വീക്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 ആഴ്ച കൊണ്ട് നിങ്ങളെ മുടി നല്ല തിക്കായിട്ടും അതുപോലെ നല്ല നീളം വെക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എനിക്ക് അനുഭവമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 2 ആഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഹെയറിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കാം സൈഡിൽ. ഓക്കെ, പിന്നെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ള ഹെയറിൻ്റെ പിക്ക് ഞാൻ ഈ ഒരു സൈഡിലും കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം, അതായത് മാറ്റം, ചേഞ്ച് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഈ ഹെയർ ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ തേച്ചിരിക്കുകയാണ്. ഓക്കെ, ഹെയർ ഓയിലൊക്കെ തേച്ച് കുളിച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ തേക്കാറുണ്ട്. വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കണ കാച്ചി എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാരേജ് ഫംഗ്ഷനോ റിസപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ താളിയൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ഫ്രീസാക്കി ഓയിലൊന്നും ഇല്ലാത്ത രീതിയിലാക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വർത്താനൊന്നും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ തിളപ്പിക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ച് വരണം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉലുവട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ. ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, നമ്മൾ നന്നായിട്ട് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഈ ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആക്കി നമ്മൾ കുറുക്കിയെടുക്കുക. ഓക്കെ, നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. ഈ ഒരു പാക്ക് നമ്മൾ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആയിട്ട് കുറുകി വരും. ഓക്കെ, നല്ല കട്ടി കളറായിട്ട് വരും കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ, സവാളയുടെ ജ്യൂസ്. ഓക്കെ, അപ്പം ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ജ്യൂസ് മാത്രം എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി സവാള ഇല്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി. ഓക്കെ, അപ്പം ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്, സവാളയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ജ്യൂസ് എടുക്കാനായിട്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് എടുക്കാം, അതായത് ജ്യൂസ് എടുക്കാം. അപ്പം ഞാനിവിടെ അരിപ്പയിലേക്ക് ആക്കിയിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടും കണ്ടോ. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ജ്യൂസാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഓക്കെ,
ഈ ഒരു ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യത്തെ തയ്യാറാക്കിയ ഉലുവയും ചായപ്പൊടിയും കൂടെ ഉള്ള വെള്ളമാണ്. അതൊരു ഗ്ലാസ്സിലുള്ളത് നമ്മൾ അര ഗ്ലാസ്സാക്കി കുറുക്കിയെടുത്ത വെള്ളമാണ് കേട്ടോ ഇതിലുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് സവാളയുടെ ജ്യൂസാണ്, അതും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക്, അതായത് ഈ ഒരു നമ്മൾ തേയിലയും ഉലുവയും കൂടെ ആക്കിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു മീഡിയം ടൈപ്പ് സവാളയുടെ ജ്യൂസ് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെയ്ത് കാണിക്കാം കുറച്ചെടുത്തിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് ഞാനൊന്ന് എടുക്കുന്നുണ്ട്, ഇച്ചിരി എടുത്തിട്ട്. ഇപ്പം ഞാനൊരു 2-3 സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ, അതായത് 3 സ്പൂണ് ഈ ഒരു വെള്ളത്തിലേക്ക്, കട്ടൻ ചായയും ഉലുവയും കൂടെ ഇട്ട വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് സവാള ജ്യൂസ് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടെ കൂടുതൽ ചെയ്യണം കേട്ടോ. 2 സ്പൂൺ മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ സവാള പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തന്നെ മതി, അതായത് കട്ടൻ ചായയും ഉലുവയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് തന്നെ ചെയ്താൽ മതി, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സവാള പറ്റാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ നല്ല തിക്കായിട്ട് വളരാനും ഹെയറിൻ്റെ നീളം വയ്ക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ, ഈ ഒരു പാക്ക് നിങ്ങൾ 14 ദിവസം, അതായത് 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ്സും കൂടും, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിൻ്റെ ഗ്രോത്ത്, അതായത് നീളം വയ്ക്കുകയും ചെയ്യും. പിന്നെ താരൻ, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതേപോലൊരു സ്പ്രേ ബോട്ടിൽ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ മോർണിംഗിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുളി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, മോർണിംഗ് നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല, കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഹെഡിൽ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുളിച്ച് ഒഴിവാക്കാം. ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹെയർ പാക്ക് കുളിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഹെയറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വേണ്ടോ? ഓക്കെ, ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഓരോ ഭാഗത്ത് ഞാൻ ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞാണ്, എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓരോ വകച്ചിലെടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഓവറായിട്ട് അങ്ങനെ ഇപ്പം ഓവറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അതിനുശേഷം ഒരു 2-3 സെക്കൻഡ്സ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയാനായിട്ട്. നല്ല അടിപൊളി 100% റിസൾട്ട് തരുന്ന ഒരു പാക്കാണിതെന്ന് പറയാം കേട്ടോ. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സവാള പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ചായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവയും മാത്രം യൂസ് ചെയ്തിട്ട് പാക്ക് തയ്യാറാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ള രീതിയും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നേരിട്ടും അല്ലാതെയും ലൈവിലായിട്ടും ഒക്കെ എൻ്റെ ഹെയർ സീക്രട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ആരും എൻ്റെ ഹെയർ ഗ്രോത്ത് സീക്രട്ട് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇതൊക്കെയാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് സീക്രട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.